അകത്തോട്ട് പോട്ടെ. സൗകര്യങ്ങളൊക്കെ തീരെ കുറവാ. പെട്ടെന്നൊരു വീട് വേണമെന്ന് പറഞ്ഞാൽ കിട്ടണ്ടേ? സാരില്ല, ഇതൊക്കെ തന്നെ ധാരാളാ. ഇങ്ങനെയുള്ളൊരു വീട്ടിൽ താമസിക്കേണ്ടവരല്ല നിങ്ങൾ. എല്ലാം വിധി. നീ ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് സാധനങ്ങളൊക്കെ പറക്കി അടുക്കി വെക്കാൻ നോക്ക്. നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി എപ്പോഴും വഴക്കല്ലേ? കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും, അല്ലേ? കൊടു. അപ്പോഴേ ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്യണ്ടേ? ഡോക്ടർ KC ജോൺ, ഡോക്ടർ ശങ്കരൻകുട്ടി രണ്ടുപേരും തയ്യാറാ നിങ്ങൾ അവരുടെ ഹോസ്പിറ്റലിലേക്ക് സ്വീകരിക്കാൻ. അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ല, ഡോക്ടർ അനന്തൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ. തൽക്കാലം ഞാനൊരു ജോലിക്കും പോകുന്നില്ല, അതിനുള്ള മാനസികാവസ്ഥയിലല്ല. അതിപ്പോ കുറച്ച് ദിവസത്തേക്ക് വിഷമം കാണാതിരിക്കുവോ? എന്ന് വെച്ച് ഒന്നും ചെയ്യാതിരുന്ന മനസ്സ് കൂടുതൽ വിഷമിക്കും. അതൊന്നും അല്ല എന്റെ പ്രശ്നം. ചേട്ടൻ ചതിക്കുഴിയിൽപ്പെട്ടിരിക്കുകയാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും ചേട്ടനെ രക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതോർക്കുമ്പോഴാ. അത് ചേട്ടനല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓർത്ത് സമാധാനിക്കാവുന്ന ഒരു ബന്ധമായിരുന്നല്ലോ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. എന്നോടുള്ള പ്രതികാരം തീർക്കാൻ അയാൾ ചേട്ടനെ ബലിയാടാക്കുക, അതൊന്നും ചേട്ടന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. എനിക്ക് വല്ലാത്ത ഭയം തോന്നും. ഒരു സമാധാനമില്ല മാധവ. അയ്യോ അയ്യോ അനന്തേട്ടാ, എന്താ മാധവട്ടാ? ഒന്നുമില്ല. നന്നായി വേർക്കുന്നുണ്ടല്ലോ, ഡോക്ടർ വിളിക്കൂ.